നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 40-ാം തിരുലിഖിതം. ആകയാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സഭാ പ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം 10-ാം തിരുലിഖിതമാണ്. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ സ്വർഗം എന്നെയും നിങ്ങളെയും തൊട്ട് വിളിക്കുന്ന സമയമാണിത്. അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഇതാ സ്വർഗത്തിൻ്റെ വചനം, സർവശക്തമായ വചനം ലോകത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന സമയമാണിത്. വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ മണിക്കൂറിൽ ലോകത്തിൽ സംഭവിക്കും. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇസ്രായേൽ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു എളിയ മകളുടെ അനുഭവമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പേര് ഫിലോമിന, ഞാൻ ഒരു നേഴ്സാണ്. എങ്കിലും എൻ്റെ ജീവിത വഴികൾ എന്നെ ഇസ്രായേൽ രാജ്യത്തെത്തിച്ചു. ഇസ്രായേലിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ സമയം കിട്ടുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഞാൻ ധാരാളമായി കേൾക്കാറുണ്ട്. ഞങ്ങൾ യഹൂദരുടെ ഇടയിലാണ് ജോലി ചെയ്യുന്നത്. യേശുവും അനുയായികളും മതം മാറ്റാനായി ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇവരുടെ ഇടയിൽ പ്രചരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും വന്ന ഒരു കുടുംബം എൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. എൻ്റെ ജീവിത രീതികളും പ്രാർത്ഥനയും വിശ്വാസവും അവരെ അതിശയപ്പെടുത്തി. അവരുടെ വല്യമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്. എപ്പോഴും വായിൽ കൂടി തുപ്പൽ ഒഴുകിക്കൊണ്ടിരിക്കും. കാണുന്നവർക്കെല്ലാം വളരെ ഇറിറ്റേഷനും വിഷമവുമാണ്. ഞാൻ അച്ഛൻ്റെ വചനപ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ് ആ വചനപ്രസംഗത്തിന് മുമ്പിൽ അവരെ കേൾപ്പിച്ചു. ആരാധനയുടെ സമയത്ത് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തൽക്ഷണം ആ ജൂത അമ്മച്ചിയുടെ ആ വായിൽ അസുഖത്തിന് പരിപൂർണ സൗഖ്യം കിട്ടി. ആ കൂട്ടത്തിൽ ആ അമ്മച്ചിയുടെ പ്രമേഹവും വിട്ടുമാറിപ്പോയി. ഇത് യേശുവിൻ്റെ നാമത്തിൽ ഇസ്രായേലിൽ ഞങ്ങളുടെ കാലത്ത് സംഭവിച്ച ഒരു വലിയ അത്ഭുതമായി ഞങ്ങളിവിടെ ഇതിനെ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജൂത അമ്മച്ചിയുടെ ആ വായിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ആ ഉമിനീർ പ്രവാഹം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിലച്ചു എന്നിതാ ഇവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏത് രാജ്യത്താണോ, ഏത് ദേശത്താണോ, ഏത് കുടുംബത്തിലാണോ, ഏത് അന്തരീക്ഷത്തിലാണോ, അവിടെ ഇരുന്ന് യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, ഇപ്പോൾ അത്ഭുതകരമായി ഈ സമൂഹങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മരവിച്ചു പോയ ഹൃദയങ്ങൾ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഈ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഇതിൽ പങ്കുചേരാൻ പറ്റാതെ പല കാര്യങ്ങളിൽ മുഴുകി ബഹുകാര്യ വ്യഗ്രരായി
വ്യഗ്രതയായി, വ്യഗ്രത, ജീവിത വ്യഗ്രത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും അതും ഇതും ചിന്തിച്ചും പല വിചാരത്തിലും ലോകമോഹങ്ങളിലും സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അരൂപികളെ, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മനുഷ്യരെ ഇപ്പോൾ യേശുനാമത്തിൽ വിടുവിക്കുന്നു. സാത്താന്യ പീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തക്കവിധം ദൈവവചനത്തിൻ്റെ അഭിഷേകം, ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം, ദൈവ സ്നേഹത്തിൻ്റെ അഭിഷേകം, ഒരു വചനാഭിഷേകം ഈ ദാസന്മാരുടെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ യുവതിവാക്കന്മാരുടെ മേൽ ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:27 സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. എല്ലാവരും കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ദാനമായി നൽകണമേ ദൈവമേ, വിശ്വാസം ദാനമായി നൽകണമേ ദൈവമേ, വചനം ദാനമായി നൽകണമേ, സൗഖ്യം ദാനമായി നൽകണമേ, കൃപാവരങ്ങൾ ദാനമായി നൽകണമേ, ദൈവഭക്തി ദാനമായി നൽകണമേ, പ്രാർത്ഥന അരൂപിയെ ദാനമായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ജീവിതങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാറ്റഗിസം പഠിക്കുമ്പോൾ, വേദപാഠത്തിന് പോകുമ്പോൾ അനേകം വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ അവിടെയുള്ള മാഷുമാർ പറഞ്ഞു കേൾപ്പിക്കും. വീട്ടിൽ വരുമ്പോൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത്, വണക്കവാസം വായിക്കുന്ന സമയത്ത് ആത്മീയമായ ഒരുപാട് ചിന്തകൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് തരും. അന്നെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് എന്തായാലും കർത്താവിൻ്റെ വഴിയിലൂടെ മാത്രം പോയാൽ മതി, എനിക്ക് ഈ ലോകത്തിൻ്റെയോ പാപത്തിൻ്റെയോ വഴികളിലൂടെ എനിക്ക് പോകാൻ ആഗ്രഹമില്ല. അന്ന് ഞാൻ ചിന്തിച്ചിട്ട്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ പാപത്തിലേക്ക് പോകുന്നത്? മനുഷ്യന്മാർക്ക് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ദൈവത്തിൻ്റെ വഴി കൂടെ നടന്നാൽ പോരെ. എന്നിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്, എന്തായാലും ശരി, ഞാൻ ഇനി ദൈവം പറഞ്ഞ വഴി കൂടെ നടക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കാലാന്തരത്തിൽ എനിക്ക് മനസ്സിലായി, ഈ ദൈവ വചന മാർഗത്തിലൂടെ നടക്കാൻ ദൈവ മക്കളെ തടസ്സപ്പെടുത്തുന്ന അതിശക്തമായ അടിയൊഴുക്കുകൾ, ചുഴികൾ ഹൃദയത്തിൽ രൂപപ്പെടും എന്ന് അനേകരുടെ അനുഭവത്തിൽ നിന്നും വ്യക്തിപരമായ പല സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. മനുഷ്യരുടെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി ആഗ്രഹമുണ്ടെങ്കിലും അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം, അവർ വെണ്ണീർ ഭുജിക്കുന്നു, അവരുടെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവരെ വഴിതെറ്റിക്കുന്നു. തന്നെ സ്വതന്ത്രമാക്കാനോ തൻ്റെ വലത് കൈയിൽ കാപട്യമല്ലേ കുടികൊള്ളുന്നത് എന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. മനസ്സുകൊണ്ട് നേരെ ദൈവത്തിൻ്റെ വഴികളിലൂടെ പോകാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ചില ചുഴികൾ, അവൻ്റെ ഹൃദയത്തിലുള്ള ചില അടിയൊഴുക്കുകൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ അങ്ങനെ സ്മൂത്തായി നടക്കാൻ അവനെ അനുവദിക്കുന്നില്ല. കാരണം അവനിൽ ചില പ്രത്യേക അട്രാക്ഷൻ, ചില പ്രത്യേക ഉൾവലിവുകൾ ഹൃദയം നൽകുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ്, ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുഴിയാണ്, പ്രധാനപ്പെട്ട ഉൾവലിവാണ് ധനത്തോടുള്ള മോഹം, ധനമോഹം. പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊരു മാരണം പിടിച്ച പാപമാണ്. ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ മഹാചുഴിയിൽ ചെന്ന് അകപ്പെട്ടാൽ, ഈ അതിശക്തമായ ഈ അടിയൊഴുക്കിൽ ചെന്ന് പെട്ടാൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവൻ ഈ ലോകത്തിൽ പിന്നെ ഒരിക്കലും തൃപ്തിയില്ലാത്തൊരു ജീവിതം. എത്ര പണം കിട്ടിയാലും പണം കൊണ്ട് അവന് തൃപ്തി വരുന്നില്ല,
സഭാപ്രസംഗന പുസ്തകം 5-ാം അധ്യായത്തിൽ 10-ാം തിരിൽ നിന്ന് പഠിപ്പിക്കുകയാണ്, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി. എത്ര നേടിയാലും പിന്നെയും പിന്നെയും നേടണം, പിന്നെയും പിന്നെയും സമ്പാദിക്കണം, പിന്നെയും സമ്പാദിച്ച് കൂട്ടണം. ഈ ഒരു ത്വര, ഈ ഒരു ജ്വരം, ഈ ഒരു വ്യഗ്രത അവനെ പിടികൂടിയിരിക്കുകയാണ്. ഇത് ആവശ്യത്തിന് വേണ്ടിയല്ല, ഇത് അവനിലെ ഒരു പാപമാണെന്ന് അവൻ അറിയുന്നില്ല. അവൻ ചിന്തിക്കുന്നത് ഇതെല്ലാം ശരിയാണ്, ഇതൊന്നും കുഴപ്പമില്ല, നല്ലതല്ലേ, ദൈവം തന്നതല്ലേ, ദൈവം സൃഷ്ടിച്ചതല്ലേ. അങ്ങനെ അവൻ ഇതാ ഓടുവരെ പിടിച്ച് ടെറസാക്കുന്നു, ടെറസ് പൊളിച്ച് മന്ദിരമാക്കുന്നു, മന്ദിരം പൊളിച്ച് കൊട്ടാരമാക്കുന്നു, കൊട്ടാരം പൊളിച്ച് ഇനി അവന് പറ്റാവുന്നതിന് അവൻ്റെ ഭാവനയ്ക്ക് അതീതമായി എന്തെല്ലാം ചെയ്യാമോ അങ്ങനെ ബാബേൽ ഗോപുരം അവൻ പണിയുകയാണ്. ചിന്തിച്ച് നോക്കുക. ആദ്യം ഒരു കുഞ്ഞു സൈക്കിളെ തുടങ്ങി, പിന്നെ മോട്ടോർ സൈക്കിളായി, വണ്ടിയായി, അവനങ്ങനെ കയറി പോയിക്കൊണ്ട് എവിടെ ഇവൻ്റെ മോഹത്തിന് അതിര് വരുന്നില്ല. ചിന്തിച്ച് നോക്കുക, മോഹത്തിന് അതിര് വരുന്നില്ല. അതങ്ങനെ ചിറക് വെച്ച് പറക്കുകയാണ്. അതുകൊണ്ട് സഭാപ്രസംഗന പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ധനം മോഹിക്കുന്നവൻ എത്ര ധനം നേടിയാലും ശരി അവന് തൃപ്തി വരികയില്ല. എന്നെ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു സംഭവം വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ ജീവചരിത്രത്തിലുണ്ട്. വിശുദ്ധ അന്തോനീസ് പുണ്യവാളനെ ഫ്ലോറൻസ് പട്ടണത്തിൽ ഒരു ദൗത്യത്തിനായി അയച്ചു. അങ്ങനെ ഫ്ലോറൻസ് പട്ടണത്തിൽ വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ വളരെ ഗൗരവത്തിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പട്ടണത്തിലെ ഒരു വലിയ ധനികൻ മരിച്ചു. ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗം പറയാൻ വേണ്ടി അന്തോനീസ് പുണ്യവാളനെയാണ് നിയോഗിച്ചത്. അന്തോനീസ് പുണ്യവാളൻ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും എന്ന വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ചരമപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചരമപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിനിടയിൽ ഈ അന്തോനീസ് പുണ്യവാളൻ ആ ധനാഢ്യനായ മനുഷ്യൻ്റെ ആത്മാവ് കൊള്ളപ്പലിശയും ചതിയും വഞ്ചനയും ദ്രവ്യത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച ആ മനുഷ്യൻ്റെ, ആ പണക്കാരൻ്റെ ആത്മാവ് നരകാഗ്നിയിൽ ആണ്ടുപോകുന്നത് ദർശനത്തിൽ അന്തോനീസ് പുണ്യവാളൻ കണ്ടു. ശാന്തനായി അദ്ദേഹം ഇങ്ങനെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു, അയ്യോ, ആ ധനികൻ ഇതാ നരകാഗ്നിയിലേക്ക് ആണ്ടുപോകുന്നു. സ്നേഹിതരെ, നിങ്ങൾ അവൻ്റെ പണപ്പെട്ടിയിൽ പോയി നോക്കുക. അവൻ്റെ ഹൃദയം ഇപ്പോൾ ആ പണപ്പെട്ടിയിലുണ്ടായിരിക്കും. ഉടനെ തന്നെ അവൻ്റെ ബന്ധുക്കളും സ്നേഹിതരും അവൻ്റെ പണപ്പെട്ടിയിരുന്ന മുറിയിലേക്ക് ഓടി. പണപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ ചൂടുള്ള ഒരു ഹൃദയം ആ പണപ്പെട്ടിയിൽ കിടക്കുന്നതായി അവർ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്ലോറൻസ് പട്ടണത്തിലെ കിടമത്സരത്തിൽ, വാശിയിൽ, ലോകമോഹങ്ങളിൽ വ്യഗ്രത കൊണ്ടിരുന്ന അനേകം പ്രഭുക്കന്മാരും ധനാഢ്യന്മാരും നിത്യസ്വർഗത്തെക്കുറിച്ചും നിത്യശിക്ഷയെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ വ്യത്യാസപ്പെടാൻ ഇടയാക്കിയ ഒരു സംഭവമാണ് ഈ സംഭവമെന്ന് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, ആ ധനാഢ്യൻ്റെ മരണത്തിന് ശേഷം പോലും അവൻ്റെ ഹൃദയം പണപ്പെട്ടി വിട്ടുപോകുന്നില്ല. അവൻ്റെ ഹൃദയം പണപ്പെട്ടി വിട്ടുപോകുന്നില്ല. അവന് തൃപ്തി വന്നിട്ടില്ല, ഇനിയും തൃപ്തി വന്നിട്ടില്ല, കൊതി തീർന്നിട്ടില്ല, പണത്തോടുള്ള കൊതി തീർന്നിട്ടില്ല. അവൻ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ആ ദ്രവ്യത്തോടുള്ള ആഗ്രഹം പോണില്ല. ധനം മോഹിക്കുന്ന ധനം കൊണ്ട് തൃപ്തി അടഞ്ഞു. എത്ര നേടി, എത്ര സമ്പാദിച്ചു, എത്ര ഉയർന്നു, ഇതൊന്നും അവൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവൻ്റെ ഹൃദയം ഇപ്പോഴും കൊതി തീരാത്ത ഹൃദയമാണ്. അവൻ്റെ ഹൃദയം ഇപ്പോഴും ആഗ്രഹം തീരാത്ത ഹൃദയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, സൂര്യന് കീഴേ വലിയൊരു തിന്മ ഞാൻ കണ്ടു. ധനികൻ തൻ്റെ തന്നെ നാശത്തിന് വേണ്ടി മുതൽ സമ്പാദിച്ചു കൂട്ടുന്നു. സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം 13 മുതൽ 15 വരെ വചനങ്ങൾ നാം ഗ്രഹിക്കുന്നത് നല്ലതാണ്. സൂര്യന് കീഴെ വലിയൊരു തിന്മ ഞാൻ കണ്ടു. ധനികൻ തൻ്റെ തന്നെ നാശത്തിന് വേണ്ടി മുതൽ സൂക്ഷിച്ചു വെക്കുന്നു. ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു. തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതാകുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ തിരികെ പോകുന്നു. അവൻ്റെ പ്രയത്ന ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകുന്നുമില്ലല്ലോ. ഈ ലോകത്തിൽ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും ധനികൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കേരളക്കരയിലുണ്ടായ ഒരു സംഭവം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളക്കരയിലുണ്ടായ ഒരു സംഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഒരു ധനാഢ്യനായ മനുഷ്യൻ, ഒരു പിശുക്കൻ, പാവങ്ങളോടോ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എളിയവരായ ദാരിദ്ര്യാനുഭവിക്കുന്ന ദൈവജനത്തോടോ ഒരു സ്നേഹവും ഇല്ലാത്തവൻ, അറുത്ത കൈ കുപ്പ് തേക്കാത്ത ഒരു ധനാഢ്യൻ, അവൻ ആ ദേശത്ത് വാണരുളുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ ദേവാലയത്തിൽ പോയി അങ്ങനെ തിരിച്ചു വന്ന് വീട്ടിലേക്കുള്ള വെള്ളം ശരിയാക്കാൻ വേണ്ടി മലയുടെ ചെരുവിലുള്ള ആ ഒരു ഉറവയിൽ നിന്ന് ചാലൊക്കെ ശരിയാക്കി ഓസൊക്കെ എടുത്തിട്ട് ആ ഓലിയിൽ നിന്ന് വീട്ടിലേക്കുള്ള വെള്ളത്തിന് ചാലൊക്കെ ശരിയാക്കി പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നത് ഭാര്യ അടുത്തുണ്ട്, മക്കളില്ല. അദ്ദേഹത്തിന് ഒരു വലിയ സ്വരം മലയുടെ മുകളിൽ നിന്ന് കേൾക്കുമാറായി. ഉടനെ ഭാര്യ മലയുടെ മുകളിലേക്ക് നോക്കി. ഭാര്യ പറഞ്ഞു, ചേട്ടാ ഓടിക്കോ, ഇതാ ഉരുളുപൊട്ടി, മലയിളകി ഉരുളുപൊട്ടി വരുന്നു, ഓടിക്കോ. ചേട്ടത്തി പ്രാണനും കൊണ്ട് പരക്കം പാഞ്ഞു. ചേട്ടനാകട്ടെ അവിടെ നിന്ന് ഈ ഉരുൾപൊട്ടൽ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇത് ഏത് റൂട്ടിലാണ് വരുന്നത്, ഇത് കിഴക്കോട്ട് പോകുമോ പടിഞ്ഞാറോട്ട് പോകുമോ, ഇങ്ങനെ കണക്കൂട്ടൽ നടത്തി വിശകലനം നടത്തി അപഗ്രഥിച്ച് വന്നപ്പോഴേക്കും ഉരുൾപൊട്ടി താഴത്തെത്തി. ചേട്ടൻ ക്ഷണനേരങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ചേട്ടൻ ആ ഉരുൾപൊട്ടലിൽ പെട്ട് നശിച്ചു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേട്ടത്തി ഓടിയെങ്കിലും കുറേയൊക്കെ മണ്ണിൽ പൊതഞ്ഞെങ്കിലും എങ്ങനെയൊക്കെ നാട്ടുകാർ ചേട്ടത്തിനെ രക്ഷിച്ചെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസം ആ കല്ലും മണ്ണും എല്ലാം നാട്ടുകാർ അരിച്ചു പെറുക്കി നോക്കി ഈ ചേട്ടൻ്റെ മൃതശരീരം കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടുന്നില്ല. അവസാനം ആ നാട്ടിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആ ചേട്ടനെ അവിടെ ഇവിടെ നോക്കണ്ട, ആ ഈട്ടിമരത്തിന് ചോട്ടി നോക്കിയാൽ അവിടെ കിടപ്പുണ്ടാവും എന്ന് പറഞ്ഞു. ആ ഈട്ടിമരം പ്രസിദ്ധമാണ്. കാരണം 10-15-20 വർഷങ്ങൾക്ക് മുമ്പ് 10-20,000 രൂപ വില വരുന്ന വലിയൊരു ഈട്ടി, ഇതാ ഈ വണ്ണമുള്ള വലിയൊരു ഈട്ടിമരം. ഈ ചേട്ടൻ എന്നും ഈ ഈട്ടിമരത്തിന് ചോട്ടി പോകും. ഇത് ആരെങ്കിലും വെട്ടിക്കൊന്ന് പോകുന്നുണ്ടോ? ആ ചേട്ടന് ജീവിതത്തിൽ പ്രിയപ്പെട്ടതാണ് ഈട്ടിമരം, ഭയങ്കര വിലയുള്ളതാണ്. അതുകൊണ്ട് ആ ചേട്ടൻ ഡെയിലി ഈട്ടിമരത്തിന് ചോട്ടി പോയി അതിനെ നോക്കും. കള്ളന്മാർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ, ഇത് ഇനിയും വന്ന് എത്ര വില കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെ കണ്ട് ഹൃദയത്തിൽ അങ്ങനെ അഭിലാഷം പൂണ്ട് ആനന്ദിച്ച് ആ ഈട്ടിമരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് നേരമൊക്കെ നിൽക്കും. എന്തോ ഒരു സുഖമാണ് അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത്, കാരണം ഹൃദയം അതിൽ അഭിലാഷം പൂണ്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ ഈട്ടിമരം ആ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക വിഷയമാണ്. എന്തായാലും ശരി, ആ 3 ദിവസം കല്ലും മണ്ണും അരിച്ചു പെറുക്കി നോക്കിയിട്ട് ആ മനുഷ്യനെ കാണുന്നില്ല. ഉടനെ ആ നാട്ടിലെ ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇവിടെ നോക്കണ്ട, ആ ഈട്ടിമരത്തിന് ചോട്ടി നോക്ക്, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഈട്ടിമരം ആകട്ടെ ഈ ഉരുൾപൊട്ടലിൽ വന്ന് വലിയ കല്ലും മണ്ണല്ല അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് നിറങ്ങി ഒഴുകിയപ്പോൾ ഈട്ടി നടുവെ പിളർന്ന് ചിന്ന ഭിന്നമായി ചിന്നി ചെതറി കിടക്കുന്ന ഈട്ടിയാണ്. അതിൻ്റെ അവിടെ ചെന്ന് ഈ നോക്കിയപ്പോൾ ഒരു 2-3 തൂമ്പ കളച്ചപ്പോഴേക്കും ഇതാ ചേട്ടൻ ആ ഈട്ടിമരത്തിൻ്റെ മൂട്ടി കിടക്കണം. അവിടുന്ന് അദ്ദേഹത്തെ തോണ്ടിയെടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ഈ ലോക വസ്തുക്കളിൽ അങ്ങനെ ഭ്രമിച്ച് പൂണ്ട് കിടക്കരുത്. ഇതിനും അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തെ ഉയർത്താൻ ഞാൻ നിങ്ങൾ ശ്രമിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, നീ ഒരു പരിധിയിൽ കൂടുതൽ ലോക സമ്പത്തിൽ നീ ഭ്രമം വെക്കരുത്. സുഭാഷിതം 23:4. സമ്പത്ത് നേടാൻ അമിതമായി നീ അധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. നീ സമ്പത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക എന്ന് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഈ ലോക ജീവിതത്തിന് അത്യാവശ്യം ചില സാമ്പത്തിക ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അല്ലാതെ നിന്റെ യജമാനനാകാൻ തക്കവണ്ണം സമ്പത്ത് നിന്റെ മേൽ ഭരണം നടത്താൻ ഇടവരാതിരിക്കാൻ തക്കവണ്ണം നീ സമ്പത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വിവേകം കാണിക്കുക എന്ന് വിശുദ്ധ ലിഖിതം എല്ലാ ദൈവമക്കളോടും ഉത്ബോധിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം ഭാഗത്തിൽ യേശുനാഥൻ നൽകിയ ഒരു പ്രബോധനം പരിശുദ്ധാത്മാവിത ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാൻ തക്കവണ്ണം ഒരു വിവേകം നൽകണമേ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, ലോത്തും
ലോത്തിന്റെ ഭാര്യയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വിട്ട് ദൈവം കാണിച്ചു തന്ന ദേശത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയം അവളുടെ ആ പഴയ സമ്പത്തിൽ ഉടക്കി കിടക്കുകയാണ്. അവൾക്ക് ലോത്തിന്റെ പോടാൻ പറ്റുന്നില്ല. അവളുടെ ഹൃദയം പഴയ കാര്യങ്ങൾ ഉടക്കി കിടക്കുകയാണ്. അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അത് ഉപ്പ് തൂണായി അവിടെ നിന്നു. ലോത്തിന്റെ കൂടെ അവൾക്ക് ദൈവം കാണിച്ചു തന്ന ദേശത്തേക്ക് ഓടിയെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം ലോക വസ്തുക്കളിൽ ഉടക്കി കിടക്കുകയാണോ? സാരിയിലും സ്വർണത്തിലും ഉടക്കി കിടക്കുകയാണോ? സമ്പത്തിലും സ്ഥാനമാനങ്ങൾ ഉടക്കി കിടക്കുകയാണോ? കാറിലും കമ്പ്യൂട്ടർ ഉടക്കി കിടക്കുകയാണോ? എന്തിനാണ് മകനെ മകളെ നിന്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നത്? കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സാത്താൻ വെച്ചിരിക്കുന്ന ഓരോ കെണികളും തിരിച്ചറിഞ്ഞ് ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാൻ ഓരോ മകനും മകൾക്കും ഇപ്പോൾ അഭിഷേകം നൽകണമേ. ഈ ദൈവമക്കളുടെ ആത്മനാശം ആഗ്രഹിച്ച് സാത്താൻ ഉയർത്തിയിരിക്കുന്ന ഓരോ കെണികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ തകണം അത്ഭുത അഭിഷേകം ഈ ദാസിദാസന്മാരുടെ മേൽ ഇപ്പോൾ നിറഞ്ഞു വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. യെരമ്യായുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. കർത്താവേ, ഈജിപ്തിലും ഇസ്രായേലിലും ലോകമെമ്പാടും ഇന്നോളം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ശക്തമായ ഭുജബലത്താലും അവിടുന്ന് ഇന്നോളം പ്രസിദ്ധനാണല്ലോ. അത്ഭുതങ്ങളുടെ രാജാവായി യേശു ഇതാ ഈ ആൾത്താരയിൽ 2 കരങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി. മകനെ മകളെ, വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ സർവശക്തമായ അവിടുത്തെ മുമ്പിൽ ശിരസ് നമിക്കുക, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകോടികളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, ജനപദങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, വംശങ്ങളോടും ഗോത്രങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, രാജ്യങ്ങളോടും ഭൂഖണ്ഡങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ, ആകാശത്തോടും ഭൂമിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ, സ്വർഗീയ നിരകളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, ഇപ്പോൾ കൈകൾ കൊണ്ട് തൊട്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ തടസ്സങ്ങളും കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് ജിബിൻ സെബാസ്റ്റ്യൻ. ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം അടുത്തുള്ള കൂട്ടിക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ ചേട്ടൻ സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി ചെയ്യുന്നു. ചേട്ടനും കുടുംബവും കഴിഞ്ഞ മെയ് മാസത്തിൽ ചേട്ടന് ജോലിയുണ്ട്. പക്ഷേ തുടർന്ന് അവിടെ ആ രാജ്യത്ത് താമസിക്കണമെങ്കിൽ ഇക്കാമ എന്നൊരു സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടേണ്ടതുണ്ട്. കഴിഞ്ഞ ജൂൺ മാസവും ജൂലൈ മാസവും ഞാനും എൻ്റെ അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ഇതിന് ധാരാളം തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ചേട്ടനെ സ്പോൺസർ ചെയ്തിരുന്ന അറബി 45,000 രൂപ മേടിച്ചു, ഇക്കാമ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്. പക്ഷേ ഒന്നും ശരിയായില്ല. കഴിഞ്ഞ ജൂലൈ മാസം ആദ്യ വെള്ളിയാഴ്ച ഞാനും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആരാധനയുടെ സമയത്ത് മൊബൈൽ ഫോണിൽ കൂടി ചേട്ടന് ആരാധന ലൈവായിട്ട് സൗദിയിലായിട്ട് എത്തിച്ചു കൊടുത്തു. ഇവിടുന്ന് ഈ ആരാധന തത്സമയം സൗദിയിൽ ചേട്ടനെ പങ്കെടുപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരവിടെ ഫാമിലി ഒന്നിച്ചിരുന്ന് ഇവിടുത്തെ ആരാധന സൗദിയിലിരുന്ന് കൂടി. അപ്പോൾ സ്റ്റേജിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: വിദേശത്ത് വിസ തടസ്സമായിട്ട് ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതായിരുന്നു. ചേട്ടന് ഇക്കാമയുടെ പ്രശ്നമാണ്. പക്ഷേ ഈ വിസ തടസ്സം എന്നുള്ളത് ഞങ്ങൾ വിശ്വാസത്തിലെടുത്തു. അത് ചേട്ടനെ തന്നെ സ്പർശിക്കുന്നതായിട്ട് ഞങ്ങൾ വിശ്വസിച്ചു. അതിനുശേഷം ആരാധന കഴിഞ്ഞ് അച്ഛന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ നിന്നപ്പോൾ ബിനോയ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ആ സമയത്ത് മൊബൈൽ ഫോണിൽ കൂടി
ബിനോയ് ചേച്ചൻ ഒരു ആശീർവാദം ചേട്ടന് കൊടുത്തു. ശനിയാഴ്ച വീട്ടിലെത്തി കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7:30 സമയമായപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഇമെയിലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇക്കാമ റെഡിയായിട്ടുണ്ടെന്ന്. അന്ന് രാത്രി തന്നെ ചേട്ടൻ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ രാത്രി തന്നെ കിട്ടി. രാത്രി 11 മണിയായപ്പോൾ വിളിച്ചു പറഞ്ഞു എല്ലാ തടസ്സവും മാറി, ഇക്കാമ ലഭിച്ചുവെന്ന്. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാത്രി ആയപ്പോഴേക്കും ഇക്കാമ അടിച്ച് കയ്യിൽ അങ്ങോട്ട് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. 45,000 ഉറുപ്പിക ഒരാളുടെ കൊടുത്ത് ശരിയാക്കാൻ വേണ്ടി അയാൾ അതുകൊണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ സഹോദരനും അമ്മയും കൂടെ കൂടി ഇവിടെ ഇരുന്ന് ശരിക്കും അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എനിക്ക് ഏറ്റവും ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ചേട്ടനെയും കുടുംബത്തെ ഇവിടുത്തെ ധ്യാനത്തിൽ തത്സമയം അവിടെ പങ്കെടുപ്പിച്ച് പ്രാർത്ഥിച്ച് 24 മണിക്കൂറിനുള്ളിൽ കാര്യത്തിന് തീർച്ചയായും തീരുമാനം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus.